ഇടത്താന എന്ന് പറയുമ്പോൾ നീങ്ങാൻ കഴിയില്ലെങ്കിലും ജീവനുണ്ടെന്ന് തോന്നും കുട്ടി ശങ്കരന്. പാലക്കാട്ടുകാരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടവൻ. പത്തടി ഉയരം, നിലത്ത് മുട്ടിക്കിടക്കുന്ന തുമ്പിക്കൈ. ഒരു യോഗ്യൻ ആനയ്ക്ക് വേണ്ട എല്ലാമുണ്ട്. ഉയരം മാത്രമേ ശില്പി രാജൻ അളന്നുള്ളൂ. പിന്നീട് മനസ്സിൽ ശങ്കരന്റെ രൂപം കണ്ടു. കൈ മനസ്സിനെ ചതിച്ചില്ല. കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ തല ഉയർത്തി തന്നെ കുട്ടിശങ്കരൻ പുനർജനിച്ചു. ഇത് ഉദ്ഘാടനം ചെയ്തത് 27-ാം തീയതി 4 മണിക്കാണ്. ഈ ദിവസം കൊണ്ട് തന്നെ ഒരു 40,000-ഓളം ആളുകൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ഉദ്യാനത്തിൻ്റെ ഈ ആനശില്പത്തോടൊപ്പം സെൽഫി എടുത്തിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ മാത്രമല്ല, ഇങ്ങനെ ഒരു ആനശില്പം ഇത്രയധികം വൈറലായ ഒരു സാധനമായിട്ട് കോങ്ങാട് കുട്ടിശങ്കരൻ മാറി. 4 മാസം എടുത്തു കുട്ടിശങ്കരന്റെ പ്രതിമയുണ്ടാക്കാൻ. ഓരോ ഭാഗവും വളരെ സൂക്ഷിച്ചാണ് ചെയ്തത്. 2020-ൽ കുട്ടിശങ്കരൻ ചെരിയുമ്പോൾ ധരിച്ചിരുന്ന അതേ ചെങ്ങലയാണ് ഈ ശില്പത്തിലും ചാർത്തിയത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗോകുൽ വി എസ്, ഗുഡ് മോർണിംഗ്. വളരെ മനോഹരമായൊരു ശില്പം മാത്രമല്ല, ഒരു കാര്യം എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നത്, ഇനി ജീവനുള്ള ആനയുടെ ഒപ്പം നിന്ന് സെൽഫി എടുത്ത് വെറുതെ തടി കേടാക്കണ്ട, ഇനി ഇവന്റെ മുന്നിൽ നിന്ന് സെൽഫി ധൈര്യമായിട്ട് എടുക്കാം, അല്ലേ? തീർച്ചയായിട്ടും. ഇത് കോങ്ങാട് കുട്ടിശങ്കരൻ എന്ന് പറയുന്നത് ഈ പാലക്കാട്ടുകാർക്കൊക്കെ വളരെ വൈകാരികമായിട്ട് അടുത്തറിയുന്ന ഒരു ആനയാണ്. അപ്പോൾ ആന ചെരിഞ്ഞത് 2020-ലാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു പ്രതിമ വരുമ്പോൾ ഈ കാഞ്ഞിരപ്പുഴ ഉദ്യാനം പ്രത്യേകിച്ച് ഈ കോങ്ങാടിനടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ കുറേ പേര് ഈ സ്ഥലത്തേക്ക് വന്ന് ഈ ആനയെ കാണാനൊക്കെ വരുന്നുണ്ടെന്നുള്ളതാണ്. മൂത്തി പറഞ്ഞതുപോലെ തന്നെ അവിടെ എത്തി സെൽഫി എടുക്കാനൊക്കെ ഇനി ഈ ഏതായാലും നമ്മളിങ്ങനെ പേടിക്കണ്ട. ഒരു ആനയുടെ അടുത്തൊക്കെ നിന്ന് സെൽഫി എടുക്കുന്നതൊക്കെ ചിലപ്പോൾ അപകടം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ഒരു പ്രതിമയുടെ അടുത്തൊക്കെ കറക്റ്റ് ജീവൻ ഇങ്ങനെ തുളുമ്പുന്ന പ്രതിമ എന്നൊക്കെ പറയില്ലേ, കൊത്തിവെച്ചതുപോലെ എന്നൊക്കെ അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന ഒരു പ്രതിമയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രതിമയുടെ മുന്നിൽ നിന്ന് നമുക്ക് സെൽഫി എടുക്കാനൊക്കെ കഴിയും. ആദ്യം ഈ കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ ഒരു പ്രതിമ വേണമെന്ന് മാത്രമേ തീരുമാനിച്ചുള്ളൂ. അത് കോങ്ങാട് കുട്ടിശങ്കരനെ വേണമെന്നുള്ളൊരു തീരുമാനം ആദ്യം ഉണ്ടായിരുന്നില്ല. ആദ്യം എന്ത് പ്രതിമ നിർമ്മിക്കുമെന്നുള്ള എങ്ങനെയുള്ള ഒരു സംശയങ്ങളൊക്കെ നിന്നു. അപ്പോൾ അതിനിടയിലാണ് ഈ കോങ്ങാട് കുട്ടിശങ്കരൻ്റെ പേര് വരുന്നത്. പിന്നീട് അവർ ആകെ ഒന്നടങ്കം അത് തീരുമാനിക്കുകയായിരുന്നു. കാരണം ഈ നാട്ടുകാരുടെ ഒക്കെ മനസ്സിൽ, പ്രത്യേകിച്ചും കോങ്ങാടും അതോടൊപ്പം തന്നെ പാലക്കാട്ടും ഒക്കെയുള്ള ആളുകളുടെ മനസ്സിൽ ഈ ആനയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ആനയുടെ തന്നെ ശില്പം നിർമ്മിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഒരു മനോഹരമായ ശില്പം. അതിൻ്റെ എല്ലാ ചെറിയ ചെറിയ വശങ്ങളും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ ശില്പി അതുണ്ടാക്കിയതെന്ന് പറയാതെ വയ്യ. കാരണം അത് അദ്ദേഹത്തിന് വീഡിയോയിൽ കണ്ടുള്ള പരിചയം മാത്രമേ ഈ ആനയുള്ളൂ. അപ്പോൾ അങ്ങനെ വീഡിയോയിൽ കണ്ട് അതനുസരിച്ചാണ് ഇതൊക്കെ നിർമ്മിച്ചത്. ഏതായാലും വളരെ മനോഹരമായൊരു ശില്പമാണത്.